എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ. വർണ്ണം തോന്നിയാ വരാം. പോണ്ടേ? വേണം. എന്നാലും പറഞ്ഞ പോരെ? വാ. ഹായ്, എന്താ ഉഷാറ്? പക്ഷെ ഒരു കണ്ടീഷൻ, ആ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഫൈനൽ മീറ്റിംഗ് ആയിരിക്കണം ഇത്. ഇനി ഒരിക്കൽ അയാളെ കാണുന്ന പ്രശ്നമില്ല. അയാൾക്ക് നമ്മളെ പിടികിട്ടിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എങ്കിലും അത്രയും നല്ലതല്ലേ? എങ്ങനെ? മനസ്സിലായിട്ടും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നില്ലെങ്കിൽ നമ്മൾ ആരെന്നറിയാതിരിക്കുന്നവരെക്കാൾ സേഫ് അല്ലേ? അറിഞ്ഞിട്ടും മോളെ, നീ രക്ഷപ്പെട്ടു. ഒരാളോടെങ്കിലും പ്രേമമോ ഫാസിനേഷനോ ലവോ എന്ത് കുന്തോ ആകട്ടെ, മനസ്സുകൊണ്ടൊരു അടുപ്പം കിട്ടാൻ കഴിഞ്ഞാൽ പാതി രക്ഷപ്പെട്ടു. ബട്ട് വൺ ഹാസ് ടു ബി വെരി വെരി കെയർഫുൾ. നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്നും നേര് പറയില്ല, ഞാൻ എന്നെ പറ്റി എല്ലാം പറയാൻ വേണം. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും വേണേ കുറെ നുണ പറയാം. നുണ പറയാൻ എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കുട്ടിയോട്. ഞങ്ങളിനി ഞങ്ങളെ പറ്റി എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞു? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? എന്താ അവിടുത്തെ ഫോൺ നമ്പർ? നിങ്ങളുടെ പാസ്റ്റ് എന്താ? നാളെ പറ്റിയുള്ള ഐഡിയാസ് എന്താ? എന്തെങ്കിലും പറഞ്ഞോ? നാളെ മുതലേ നമ്മൾ വീണ്ടും കാണുന്നില്ല. ആക്ഷനിലായിട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരും. സിറ്റിയിൽ എത്രയോ റെസ്റ്റോറന്റ് ഹാളുകൾ, സിനിമാ തിയേറ്ററുകൾ. എവിടെയെങ്കിലും വെച്ച് വീണ്ടും ഇതുപോലെ കാണാം. വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പലരും ഉണ്ട് എനിക്ക് സിറ്റിയിൽ. വർഷങ്ങളായിട്ട് കാണുന്നവർ, പക്ഷേ പരസ്പരം അറിയില്ല. ഇന്ന് ഞാൻ കൊടുക്കാം. താങ്ക് യു. വേഗം വാ. എനിക്കൊരു ഫോൺ നമ്പർ ഉണ്ട്. എത്ര? 4124 921. ആ നമ്പറിൽ കിട്ടും. അത് കഴിഞ്ഞാൽ? അത് കഴിഞ്ഞാ നമ്പറില്ല. നമ്പർ ഇല്ലാതെ? ശൂന്യതയിൽ. ശൂന്യതയിൽ എങ്ങനെയാ ഫ്ലോട്ട് ചെയ്ത് നടക്കുക? അല്ല, വളരെ സ്റ്റഡി ആയിട്ട് നടക്കുക. വത്സ, 4124. എന്തൊരു മെമ്മറി! ഞാൻ ഒറ്റവട്ടം പറഞ്ഞല്ലേ ഉള്ളൂ. ഐ ഹാവ് എ വണ്ടർഫുൾ മെമ്മറി ഓഫ് നമ്പേഴ്സ് മൈ ലൈഫ്. ഭേദപ്പെട്ട ഒരു നാഷണലൈസ് ബാങ്കിന്റെ കൊള്ളാവുന്ന ഒരു ബ്രാഞ്ചിലെ കൊള്ളാവുന്ന ഒരു ഓഫീസറായിരുന്നു ഞാൻ. എ വെരി സ്മാർട്ട് ഓഫീസർ. അതുകൊണ്ട് ജീവിതം മുഴുവൻ പടവെട്ടിട്ടുള്ളത് അക്കങ്ങളും നമ്പറുകളുമായിട്ട്. ഒരു നമ്പർ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി, ഞാൻ ഓർക്കും, എനിക്കത് ആവശ്യമുള്ളതാണെങ്കിൽ. യുവർ നമ്പർ ഈസ് 4124. 4124. കാരണം 41 24 നല്ല മാച്ചുള്ള നമ്പേഴ്സാണ്. There's a sync. തമ്മിലൊരു പ്രൊപ്പോഷൻ ഉണ്ട്. എനിക്ക് 41 ആയിട്ടില്ല, പക്ഷെ കുട്ടിക്ക് 24 ആയിട്ടില്ല എന്ന് കൂട്ടിക്കോളൂ. 91 അല്ലേ? ഞാൻ വിളിക്കാം. Come after 5. No, madam. We are closing your sales counter now. That session closes at 7:30 p.m. Yes, that's it. കുട്ടി വേണമെങ്കിൽ പോയിക്കോളൂ. ആയല്ലോ. ആവട്ടെ.
നിമ്മി, നിർമ്മല. പക്ഷെ ഒരു കണ്ടീഷൻ, ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അറിയാതെ പോലെ ആ പേര് വിളിച്ചു പോരുത്. എഗ്രി. ആ കുട്ടിയുടെ ശരിയായ പേരെന്താ? ശ്വേത തന്നെ. അതെന്തോ ആകട്ടെ. നിങ്ങൾ താമസിക്കുന്ന യൂത്ത് ഹോസ്റ്റല്. ഈ ഫോൺ നമ്പർ? അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെയാ. ഏതാ അത്? ഒരു ആന്റി കാർഡ്സ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ അടുപ്പം? ഞങ്ങള് ഹോസ്റ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സാ. ഇത്രയൊക്കെ പറയാനൊക്കുള്ളൂ. ഒറ്റ കാര്യം കൂടെ, മറ്റേ കുട്ടിയുടെ സ്വന്തം സ്ഥലം എവിടാ? ആ കുട്ടിയുടെ പേരൻസ് മൗറീഷ്യസിലാ. നിമ്മിയുടെ? ഗൾഫിലാ. മതി. മതി. കുറെയൊക്കെ നേരെ, കുറെയൊക്കെ നണ. എങ്കിലും ഓക്കെ. സോ ഫാർ സോ ഗുഡ്. ഹാവൂ. ഇനിയിപ്പോ എന്നെ പറ്റി പറയാം. പേര് പറഞ്ഞല്ലോ, ഹരിശങ്കർ. സ്വന്തം സ്ഥലം ഇതല്ല, ഇറ്റ്സ് അനദർ പ്ലേസ്. അവിടെ അച്ഛനമ്മയൊക്കെ ഉണ്ട്. ഞാനിവിടെ അടുത്ത് YMC താമസിക്കുന്നു. എന്റെ ടെലിഫോൺ നമ്പർ 71299, റൂം നമ്പർ 18. എത്ര എത്ര? 71299. എനിക്ക് നമ്പേഴ്സ് ഓർമ്മയിലേ നിൽക്കില്ല. റൂം നമ്പർ 1818. 1ഉം 8ഉം തമ്മിൽ എങ്ങനെയാ? പ്രപ്പോഷൻ ശരിയാണോ? അതിന് ഞാൻ തിയേറ്ററിൽ നോക്കിയല്ലോ. എപ്പോ? നൂൺ ഷോ ഇട്ടപ്പം. എന്നിട്ട് എന്നെ എവിടെയും കണ്ടില്ലല്ലോ. അത് ചിലപ്പോ തിരക്കിൽ മിസ്സായതായിരിക്കും. അങ്ങനെയാണേലും പിന്നെയും കാണണമല്ലോ ഒരു 3/4 മണിക്കൂർ. അത് ഞാൻ വഴിക്ക് ആ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറി. എന്താ പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നോ? ഞാൻ അയാളെ കണ്ട് സംസാരിച്ച് നിന്നുപോയി. മോളെ, നീ അതിൽ സ്കോർ ചെയ്ത് കളഞ്ഞല്ലോ എന്റെ കണ്ണിന്റെ കിഴ വെച്ച്. പറ പറ, ഇതെങ്ങനെ ഒപ്പിച്ചു? ആരെപ്പോ ഇനിഷ്യേറ്റീവ് എടുത്തു? ഞാൻ ഇന്നലെ ഫോൺ നമ്പർ കൊടുത്തു. ഹോട്ടലില് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴായിരിക്കും. എന്നിട്ട് ഞാൻ കൊറേയൊക്കെ പറഞ്ഞു. ചതിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്റെ പേരും ഈ സ്ഥലവും ജോലി ചെയ്യുന്ന സ്ഥലവും പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്നെ പറ്റി നിന്നോട് ഇതൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തോ എനിക്ക് അങ്ങനെ തോന്നി. നിനക്ക് എങ്ങനെയാ മോളെ എന്നെ വിളിക്കാൻ പറ്റുക? നല്ല ആളാ. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളായ സ്ഥിതിക്ക് എനിക്ക് പയ്യനെ ഒന്നുകൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഒരു പണിയില്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത് എന്നെങ്കിലും ഒന്ന് അറിയണ്ടേ? ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതെ എങ്ങനെയാ? വാടക കൊടുക്കണ്ടേ? വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ? ഞാനെന്ന് നിമ്മിയോട് പറഞ്ഞല്ലോ, 6 കൊല്ലം ഒരു ബാങ്കിന്റെ ഓഫീസർ ഗ്രില്ലിരുന്ന് ശമ്പളം വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വലിയ ധാരാളിത്തമൊന്നുമില്ലാത്തൊരു ബാച്ചലറായിട്ട് 1 കൊല്ലം മുമ്പ് വരെ. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഈ കഴിഞ്ഞ 1 കൊല്ലം നിമ്മിയുടെ ലോക്കൽ ഗാർഡിയൻ ആയതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയാ. എനിക്ക് എന്റേതായ ഒരു ചെറിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ സസ്പെൻഷൻ കാലത്തിന്റെ ഒരു ചെറിയ സബ്സിസ്റ്റൻസ് അലവൻസ് ഉണ്ട്. പുറമെ ഒരു ഫ്രണ്ട് കുറേശ്ശെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഗോൾഡ് സ്മഗിൾ ചെയ്തിട്ടോ കള്ളനോട്ട് അടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ വളച്ചെടുത്ത് പിമ്പ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എങ്ങനെയാ ബാങ്കിലെ പണി പോയത്? പോയി, അത്ര തന്നെ. ചുമ്മാ അങ്ങ് പോയില്ലല്ലോ. ചുമ്മാതല്ല, എന്റെ പേരിൽ ഒരു ചാർജ് ഉണ്ടായിരുന്നു. ചീറ്റിംഗ്. മാനേജറുടെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ബാങ്കിന്റെ പണം വെട്ടിച്ചു വന്നു. ശരിക്കും അങ്ങനെ ചെയ്തോ? മാനേജറുടെ ചെയറിലിരുന്ന് ഒരു ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനാണ് ഞാനെങ്കിൽ ഈ 1 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നുകിൽ ഞാനൊരു മൾട്ടി മില്യണറായിട്ട് ഏതെങ്കിലും ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസും മറിച്ചു നോക്കിയിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സുഖമായിട്ട് ജയിലിൽ കിടന്നുറങ്ങുന്നുണ്ടാവും പൂജപ്പുര. എന്താ വിശ്വാസമല്ലേ? ഊവ്. എന്നാലും ബാങ്കിനെ ചീറ്റ് ചെയ്യാന്നൊക്കെ ചുമ്മാതങ്ങ് ചാർജ് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാല് കുട്ടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു എമൗണ്ട് അതിപ്പോ 1 രൂപയായാലും 10 കോടി രൂപയായാലും സെയിം കേസാ. കാണാതായാലേ ആരെങ്കിലും ഉത്തരം പറഞ്ഞേ പറ്റൂ. ആരെങ്കിലും അല്ല, മാനേജർ തന്നെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് കാണാതായപ്പോ ഞാൻ ആൻസറബിൾ ആയി. എനിക്ക് ഉത്തരവില്ലായിരുന്നു. ഞാൻ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ എനിക്ക് എവിഡൻസും ഇല്ലായിരുന്നു. എന്റെ പണി പോയി. എന്നെ സസ്പെൻഡ് ചെയ്യുന്നവർക്കും അറിയാം ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന്. പക്ഷെ എന്റെ ഭാഗം തെളിയിക്കാൻ കഴിയുന്നവരെ ഞാൻ അവരുടെ ഫയലിൽ ചീറ്റാ. ഓഫീസിലുള്ള ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം ചതിച്ചതാണോ? ഓഫീസിലുള്ളവരല്ല, പുറത്തുള്ളവര് ഒരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് അവരെന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഐ വാസ് ഹെൽപ്ലെസ്. ഒരുപാട് കത്തും വിളിയൊക്കെ വന്നിട്ടും ഞാൻ അതിനുശേഷം വീട്ടിൽ പോയിട്ടില്ല. അമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഈ സിറ്റി തന്നെ പമ്മി പതുങ്ങി
ആരെ ഫേസ് ചെയ്യാൻ തോന്നാതെ, ഫ്രണ്ട്സും ഇല്ലാതെ, അമ്പലവും നാമഞ്ചൊല്ലിലും അച്ഛൻ്റെ ഒപ്പം മലയ്ക്ക് പോലെ ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന അനുസരണമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഒറ്റമോൻ, പഠിക്കാൻ മിടുക്കൻ, എ ഹൈലി എലിജിബിൾ ബാച്ചിലർ. ഇന്നലെ വരെ. ഇനി എന്താ ശ്വേതാമ്മയ്ക്ക് അറിയേണ്ടത്? തൽക്കാലം ഒന്നും വേണ്ട. അറിയേണ്ടപ്പോ ചോദിക്കണം. ചോദിച്ചോളാം. സാലി, സാലിന്നാണോ? അതെ, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്ന് വെച്ചാല് വേണ്ടാത്തടുത്ത് തലവെച്ചു കൊടുക്കുന്നത് റെയിൽപാളത്തിൽ തലവെച്ചു കൊടുക്കുന്ന പോലെ. ഞാൻ തലവെച്ച് കൊടുത്തിരിക്കുന്നത് റെയിൽപാളത്തിലല്ല. പിന്നെവിടെയാ? ഫോം കുഷനില്ല? എനിക്ക് പേടിയതല്ല. ഒരിടത്ത് ഉറയ്ക്കാൻ വേണ്ടി പോന്നവരല്ല നമ്മൾ. നീ ഇവിടെ ഇതിന്റെ പേരിൽ കയറി സ്റ്റക്കായാൽ ഇവിടെ മുറിച്ചു പോയാലോ? പെണങ്ങല്ലേ കുട്ടാ. അപ്പോ വേണമെങ്കിൽ മിസ് സലീൻ അത്യാവശ്യത്തിന് മലയാളമൊക്കെ പറയുമല്ലേ? സാരമില്ല, പിള്ളേരായാൽ സ്വപ്പം നുണയൊക്കെ പറയണം. അതില്ലെങ്കിൽ ഒരു രസമില്ല. അല്ല അങ്കിൾ, ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടണ്ട, നേരെ അങ്ങ് പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും ഒരു റൂം കിട്ടാൻ വേണ്ടി ഇവിടെ വരുന്ന യൂത്തിൽ പലരും പലതരത്തിലുള്ള പുളു പഠിക്കാറുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ ഒരു യൂത്ത് ഹോസ്റ്റലിന്റെ ആളായിട്ടിരിക്കാൻ പറ്റുന്നത്? സർ, ഞങ്ങളെ ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുമോന്നാണോ? ഇല്ല, നിങ്ങളുടെ ഇവിടുത്തെ പെരുമാറ്റത്തിൽ തകരാറ് കാണാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ തുടരാം. അങ്ങനെ വല്ലതും കണ്ടാൽ രണ്ടിനെയും ഞാൻ പിടിച്ച് നല്ല പെടപെടയ്ക്കും. നിങ്ങളെപ്പോലെ ഇഷ്ടപ്പെട്ട നുണച്ചു കുട്ടികൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ആരുമില്ല. അങ്കിളിന്റെ ഫാമിലി എവിടെയാ ഉള്ളത്? ഇതുവരെ കണ്ടില്ല. ഉണ്ടായിരുന്നു. ഭാര്യ, 2 പെൺമക്കൾ, അവർണയും പാർവതി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം നുണ പറയുന്നത് അവരാണ്. ഞാൻ ഏറ്റവും അധികം പുഴു പറഞ്ഞിട്ടുള്ളതും എന്റെ മക്കളോടാണ്. അവരിപ്പോ ഞങ്ങൾ ഓഫീസേഴ്സിന്റെ ഒരു പിക്നിക്കിനിടയിൽ കാശ്മീരിലെ ഒരു തടാകത്തിൽ വെച്ച് ബോട്ട് തകർന്നു. അന്ന് അപർണയ്ക്ക് 16ഉം പാർവതിക്ക് 14 വയസ്സ്. ആ ആക്സിഡന്റിൽ മൊത്തം 9 പേർ മരിച്ചു. എല്ലാം സ്ത്രീകളും കുട്ടികളും. കൂട്ടത്തിൽ എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും. അന്ന് മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അന്ന് മാത്രമേ ഞാൻ നിലവിട്ട് മദ്യപിച്ചിട്ടുള്ളൂ. $700. ആ. $210. താങ്ക് യു. ആ.
ടെൻഷൻ. ഒരുത്തം പിന്നാലെ കൂടിയിട്ടുണ്ടോന്ന് വെറുതെ ഒരു സംശയം. ഓ, ഞാൻ ശരിക്കും പറഞ്ഞാല് ഓടുകയായിരുന്നു. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. അയാൾ അയാളുടെ വഴിക്ക് പോയി. എന്നാലും അത്ര നേരം ഈ ഒളിച്ചു താമസിക്കുന്ന ഒരു ടെൻഷൻ തന്നെയാ. പുറയുന്ന് മാറിയില്ല. ഷാഡോ പോലെ എപ്പോഴും. നിനക്കിപ്പോ ആ ടെൻഷൻ കുറെ കുറഞ്ഞിട്ടുണ്ടാവും. എന്തും പറയാൻ ധൈര്യമുള്ള ഒരാളെ കിട്ടിയല്ലോ. എന്തോ. അതെന്താ അങ്ങനെ? നിനക്കിനി ഒരു ഉറപ്പായിട്ടില്ലേ? എങ്ങനെ? അയാളിൽ നീ ആരെയാ കാണുന്നത്? ഒരു സാധാരണ ഫ്രണ്ടിനെയാണോ, ലൈഫിലേക്ക് മുഴുവനുള്ള ഒരു പങ്കാളിയാണോ, അതോ? എനിക്ക് തന്നെ അറിയില്ല. നീ പറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷേ വേറെ ഒരുപാട് ആളെ എനിക്ക് അയാളെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫാദർ, കമ്പാനിയൻ, ലവർ, വല്ലാത്തൊരു തരം പ്രൊട്ടക്ഷന് എനിക്ക് പുള്ളി അടുത്തുണ്ടെങ്കിൽ. അതും എനിക്ക് എങ്ങു നിന്നും ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഒരു തരം പ്രൊട്ടക്ഷൻ. നീ അയാളെ മാരി ചെയ്യൂ ഊട്ടി? എനിക്കറിയില്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അതും എനിക്ക് ക്ലിയർ അല്ല. എന്റെ പാസ്റ്റിനെ പറ്റി മുഴുവൻ അറിയാതെ ഹരിയേട്ടനൊന്നും പറയാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടല്ല. ഇനി എന്താ അറിയാൻ? എന്തറിയാം? എന്റെ അമ്മ, അച്ഛൻ, വീട്, നാട്, പഠിച്ച സ്ഥലം, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയുന്നത്? നീ സമ്മതിക്കാത്തോണ്ട്. ഞാനോ? നിനക്കതൊക്കെ അയാളോട് പറയണമെന്നുണ്ടോ? എന്നെ പിടിച്ച് പറയാതിരിക്കണ്ട, പറഞ്ഞോളൂ. സാരി, ഒരിക്കലും ആരോടും പറയില്ല എന്ന് സത്യം ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്കറിയാം. സാരമില്ല. നിനക്കതൊരു വേ ഔട്ട് ആവുമെങ്കിൽ, ആശ്വാസം ആവുമെങ്കിൽ സാരമില്ല.